ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അതിനുശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് ഉറപ്പിക്കലാണ് കേസിലെ അടുത്ത നിർണായകമായ കാര്യം. അതിക്രൂരമായി ചുറ്റികയുമായി ഓടി നടന്ന് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല്ലുന്ന മാനസികതയിലേക്ക് എങ്ങനെ അഫാൻ എത്തിയെന്നാണ് അറിയേണ്ടത്. അഫാന്റെ രക്തപരിശോധനാ ഫലമാണ് പ്രധാനം. കൊലപാതക പരമ്പര പൂർത്തിയാക്കിയ ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയത് പരിചയമുള്ള ശ്രീജിത്തിന്റെ ഓട്ടോയിൽ. അഫാൻ ഒരു കൂസലുമുണ്ടായിരുന്നില്ലെന്ന് ശ്രീജിത്ത്. ഫോണിൽ കുത്തിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതിന് മുമ്പായിട്ട് ഒരു 3:10 സമയത്ത് അനിയനെ കൊണ്ട് ജംഗ്ഷനിൽ വന്നായിരുന്നു. അനിയൻ കയറുന്നു, നേരെ സൈഡ് വണ്ടി കൊണ്ടാക്കുന്നു. അവിടെ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അത്രേ ഉള്ളൂ. അവിടെ തിരിച്ച് ആരെ വണ്ടിയിൽ വന്നെന്ന് നമുക്കറിയാൻ വയ്യ. എല്ലാം അറിയുന്നത് ഉമ്മ മാത്രം. ഉമ്മയുടെ മൊഴി ഇതുവരെ എടുക്കാനായിട്ടില്ല. ഇനി കാര്യങ്ങൾ പറയേണ്ട ഏക വ്യക്തി അഫാൻ. ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം കസ്റ്റഡിയിലെടുത്ത് അഫാനെ ചോദ്യം ചെയ്താൽ മാത്രമാകും കേരളം നടുങ്ങിയ കൂട്ടക്കൊലയിലെ ചുരുളഴിയൂ. വെഞ്ഞാറമൂട് നിന്നും ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. നാടിനടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പ്രതി അഫാൻ കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടത്തിയത്. 6 മണിക്കൂറിനുള്ളിൽ 5 പേരെയാണ് അരും കൊല ചെയ്തത്. 25 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായിട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതിക്രൂരമായി അഫാൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂട്